ബംഗളൂരുവിൽ ജ്വല്ലറിയിൽ കവർച്ചാശ്രമത്തിനിടെ വെടിവെപ്പ്. ബൈക്കിലെത്തിയ 4 സംഘമാണ് ജ്വല്ലറി ഉടമയ്ക്കും ജീവനക്കാർക്കുമെതിരെ വെടിയുതിർത്തത്. 2 ജീവനക്കാർക്ക് പരുക്കേറ്റു. മനീഷ് മൂർത്തി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. മനീഷ്, ഈ പരുക്കേറ്റ ജീവനക്കാരുടെ ആരോഗ്യനില നിലവിൽ എങ്ങനെയാണ്? ഒപ്പം തന്നെ ഈ സംഭവം എങ്ങനെയായിരുന്നു? എന്താണ് ദൃക്സാക്ഷികൾ പറയുന്നത്? പ്രവിത, ഉച്ചയ്ക്ക് രാവിലെ 11:30 മണിയോടുകൂടി നഗരത്തിലെ തന്നെയുള്ള കൊടികേഹള്ളി ദേവി നഗറിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. 4 ബൈക്കിലെത്തിയ രണ്ട് ബൈക്കുകളിലായി എത്തിയ 4 സംഘമാണ് ഈ കടയിലെത്തുകയും അവിടെ കൊള്ളയടിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് പോലീസ് പ്രാഥമികമായി പറയുന്നത്. ആ രീതിയിലാണ് അന്വേഷണം ഇപ്പോൾ നിലവിൽ മുൻപോട്ട് പോവുകയും ചെയ്യുന്നത്. പക്ഷേ മറ്റേതെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്നും പോലീസ് അന്വേഷിക്കുന്നു. അങ്ങനെ ഇവർ പണം ആവശ്യപ്പെടുന്നു, ജ്വല്ലറി ഉടമ അത് നൽകാതിരിക്കുന്നു, അതിന് തടസ്സം നിൽക്കുന്നു. അങ്ങനെയാണ് അവിടെ വെടിവെപ്പ് ഉണ്ടായത്. 3 റൗണ്ട് വെടിവെച്ചു എന്നുള്ളതാണ് ദൃക്സാക്ഷി വിവരങ്ങൾ. എന്നിവർക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. ഇവരുടെ പരിക്ക് ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും നഗരത്തിലാണ് പട്ടാപ്പകലാണ് ഈ ഒരു സംഭവം നടക്കുന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ഇതൊരു കവർച്ചാശ്രമം എന്ന രീതിയിൽ തന്നെയാണ് പോലീസ് അന്വേഷണം മുൻപോട്ട് കൊണ്ടുപോകുന്നത്. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെയുള്ള പരിശോധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ അക്രമികൾ ബൈക്കിൽ കയറി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ പോലീസ് ശേഖരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റു രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൊട്ടേഷൻ ഏർപ്പാടാണോ, കൊട്ടേഷൻ സംഘത്തിൻ്റെ ആക്രമണമാണോ എന്നുള്ളതും പോലീസ് എന്തായാലും അന്വേഷിക്കുന്നു. കാരണം ബിസിനസ് കച്ചവട രംഗത്തുള്ള തർക്കങ്ങൾ ഇതെല്ലാം തന്നെ, ഈ സാധ്യതകളെല്ലാം തന്നെ പോലീസ് പരിശോധിക്കുന്നുണ്ട്. എന്തായാലും 2 പേർക്കാണ് ഇതിൽ ഈ ഒരു ആക്രമണത്തിൽ വെടിവെപ്പിൽ പരിക്കേറ്റിട്ടുള്ളത്. 2 പേരുടെയും നില ഗുരുതരമല്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. പ്രവിത.